ഞാൻ ലിജീഷ് കുമാറിലേക്ക് പോകുന്നു, സൈലപ്തിൻ്റെ ഡയറക്ടർ. ശ്രീ ലിജീഷ് കുമാർ, നിങ്ങൾ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് വിടുന്നവരാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 30 ലക്ഷം കൊടുത്താൽ പരീക്ഷ പേപ്പർ കിട്ടും, ഫുൾ മാർക്കും കിട്ടും എന്നൊരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബീഹാറിലും ഹരിയാനയിലും ഗുജറാത്തിൽ നിന്നുമാണ് വിവരങ്ങൾ വരുന്നത്. ഇതിന്മേൽ ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വേണം ആ സമിതി എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പരീക്ഷ റദ്ദാക്കില്ല എന്നതുകൊണ്ട് മാത്രം കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്നുണ്ടോ? ഇത് ഈ ക്രമക്കേട് ഏത് വഴിയാണ്, ഈ പരീക്ഷ നടത്തിപ്പുകാർക്ക് ഇവരുമായുള്ള ബന്ധം, ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? രാജ്യത്തെ പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം നടത്തുന്ന ഒരു ഏജൻസിയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് എന്നത് രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ ഏതർത്ഥത്തിൽ അപകടത്തിലാക്കും എന്നതിലൂന്നി വേണം നാം ഗൗരവത്തോടുകൂടി ആലോചിക്കാൻ. ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ മീഡിയകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് 2 എക്സാമിനേഷനിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ട്, സിസ്റ്റം റെക്ടിഫൈ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും, NDA മെച്ചപ്പെടുത്താൻ സമിതി രൂപീകരിക്കും. അപ്പോൾ NDA മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, സിസ്റ്റം റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ക്രമക്കേടിലാണ് എന്ന് പറഞ്ഞ 2 പരീക്ഷയിൽ ഒരു പരീക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ഒരു പരീക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്യാനോ രണ്ടാമത്തെ പരീക്ഷയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ ഞങ്ങൾ തയ്യാറല്ല എന്നും, ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്നത് ഒരു ന്യായീകരണമായി ഉന്നയിക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് പൊതുസമൂഹം അതിനെ കേൾക്കേണ്ടത് എന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അട്ടിമുടി ക്രമക്കേടാണ് രാജ്യത്തെല്ലായിടത്തും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന വസ്തുത ഓരോ ദിവസം പോകും തോറും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആരോപണമുയർന്ന ആദ്യഘട്ടത്തിൽ അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന രൂപത്തിൽ NDAയുടെ പ്രതികരണം ഉണ്ടാവുന്നു. പിന്നീട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട അബ്നോർമലായ മാർക്കുകൾ 719, 718 ഒക്കെ പോലെ നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് കണക്ക് വെച്ച് ഒരിക്കലും വരാൻ പാടില്ലാത്ത മാർക്കുകൾ റാങ്ക് ലിസ്റ്റിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ പത്രക്കുറിപ്പിലൂടെ ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് NDA സമ്മതിക്കും. നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷ നടന്ന് ഒരു മാസത്തിന് ശേഷമാണ് NTA റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും NDA പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്കിനെ കുറിച്ച്. ഒരു ഘട്ടത്തിൽ പോലും രാജ്യത്തെവിടെയെങ്കിലും പരീക്ഷ വൈകി നടന്നു എന്നോ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട് എന്നോ ആ പരാതി ഈ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നോ NDA പറഞ്ഞിട്ടില്ല. മറിച്ച് ആരോപണമുയർന്നതിന് ശേഷം NDA പറയുകയാണ് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന്. ഗ്രേസ് മാർക്ക് കൊടുത്തതിന്മേൽ കോടതിയിൽ കേസുകൾ വന്നപ്പോൾ NDAയുടെ തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റി ഗ്രേസ് മാർക്ക് കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ ഇത്ര പേർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്, ആ ഗ്രേസ് മാർക്ക് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു, അവർക്കൊരു സെപ്പറേറ്റ് പരീക്ഷ നടത്തുമെന്ന് പറയുന്നു. ഓരോ ദിവസവും സിസ്റ്റത്തിനുമേൽ ഉയരുന്ന ആരോപണങ്ങളെ സമ്മതിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് പരീക്ഷാ നടത്തിപ്പിൻ്റെ ഏജൻസി വരുന്നു. ഒടുവിൽ ഇന്നലെയാവും ബീഹാറിൽ നിന്ന് അനുരാഗ് യാദവിനെ പോലെയുള്ള കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് തലേ ദിവസം തന്നെ ഞങ്ങൾ പേപ്പർ വാങ്ങി എന്ന് പോലീസിന് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്നു. അങ്ങനെ പ്രതികരിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ഇവിടുത്തെ മീഡിയയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. 8-ാം തീയതിയിലേക്ക് സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കേസിൽ വിധി പറയാനുള്ളൊരു ശ്രമം, ധൃതി പിടിച്ച് വിധി പറയാനുള്ളൊരു ശ്രമമാണ് ഇന്ന് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റി നിലവിൽ വരിക എന്നത് പൂർണ്ണമായും സുപ്രീം കോടതിയുടെ അധീനതയിലാവുക എന്നത് ഇന്ത്യയിലെ തന്നെ ഇത്തരം പൊതുപരീക്ഷകളിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആവശ്യം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ പരീക്ഷിക്കേണ്ടത്, ഇങ്ങനെയല്ല. ഇവരുടെ ഇപ്പോൾ സരസ്വതി തൊട്ടു മുമ്പ് സംസാരിക്കും 652 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. നീറ്റ് എക്സാമിൻ്റെ ചരിത്രം മുതൽ ഇതുവരെ നമ്മൾ പരിശോധിച്ചാൽ അതൊരു മികച്ച മാർക്കാണ്. 600 മാർക്കിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്ക് കട്ട് ഓഫ് മാർക്ക് 600, 610 മാത്രം നിന്ന ചരിത്രമുള്ള പരീക്ഷയാണിത്. അതിന് മികച്ച മാർക്കായ 652 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയാണ് നമ്മളുടെ മുമ്പിലിരുന്ന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ കുട്ടിയുടെ മാർക്ക് കണ്ടില്ലേ? ബീഹാറിലെ കുട്ടിയുടെ മാർക്ക് കണ്ടില്ലേ? 705 മാർക്ക്, 705 മാർക്ക് +2 പരീക്ഷയിൽ തോറ്റു. 720 മാർക്കുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പരിശോധിച്ചാൽ 67 കുട്ടികളാണ് ഈ പ്രാവശ്യം 720 മാർക്കിൽ വന്നിരിക്കുന്നത്. ആരോപണം ഉയർന്നതിന് ശേഷം NDA തന്നെ സമ്മതിക്കുന്നു, ആദ്യം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ 17 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ 17 പോലും അതിരുകടന്ന നമ്പറാണ് സത്യത്തിൽ. ഈ 17 കുട്ടികളിലേക്ക് 50 കുട്ടികൾ ആഡ് ഓൺ ചെയ്യപ്പെടുന്നത് ഗ്രേസ് മാർക്ക്, അതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ്റെ ബോണസ് മാർക്ക്.
ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് 50 കുട്ടികളാണ് 720 മുഴുവൻ മാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ എത്ര കുട്ടികളായിരിക്കും 660 650 ഒക്കെ ഇതേപോലെ മെറിറ്റിനെ മറികടന്ന് ചാടിക്കയറി എത്തിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഇത്ര ലക്ഷം കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന പ്രമാദമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അവരൊക്കെ മൗനം പാലിക്കുന്നു എന്നത് വ്യക്തിപരമായും ഒരു സ്ഥാപനം എന്ന രീതിയിലും ഞങ്ങളെ സങ്കടപ്പെടുത്തുക കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മാത്രം സങ്കടമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. രാപ്പകൽ കൂട്ടിരുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതെ, നീറ്റ് മാത്രമല്ല നെറ്റും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.